ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് റംസാൻ പതിനിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 3 മണിയാണ് കേട്ടോ ആയിട്ടുള്ളൂ. എനിക്കിന്ന് 10ൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഇനി എനിക്കൊരു സമൂസൻ്റെ ഓർഡറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് 3 മണിക്ക് തന്നെ എണീച്ചതാണ് കേട്ടോ ഉറങ്ങിയിട്ട്. അങ്ങനെ മഴ കണ്ടപ്പോൾ ഒന്ന് പുറത്തിറങ്ങാൻ തോന്നിയതാണ് കേട്ടോ. അങ്ങനെ മഴ ഇത്തിരി ഒന്ന് ഒതുങ്ങിയപ്പോൾ ഒന്ന് മുറ്റത്തിറങ്ങി നിൽക്കുകയാണ്. നമുക്ക് കുറേ ആയിട്ട് മഴ പെയ്യാണ്ട് പെട്ടെന്നൊക്കെ ഒന്ന് മഴ പെയ്യുമ്പോൾ ഒന്ന് പുറത്ത് വന്ന് നമ്മൾ മഴ കൊള്ളണത് ഒരു സുഖമായിരിക്കില്ലേ. അങ്ങനെ കുറച്ച് നേരമൊക്കെ മഴ കൊണ്ടപ്പോൾ പിന്നെ ഒക്കെ ചീത്ത പറയാൻ തുടങ്ങിട്ടോ. പിന്നെ ഞാനിതാ വേഗം കയറി മഴ കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ഇതാ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്നുണ്ട്. ഇക്കേൻ്റെ കേട്ടോ ഇവിടെ ഇക്കേൻ്റെ കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞാനതാ പത്തിരി പാക്ക് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഒന്ന് വേഗം പാക്ക് ചെയ്ത് വെച്ചു. നേരെ പിന്നെ കിച്ചണിലേക്ക് കയറി. അങ്ങനെ സമൂസ ഉണ്ടാക്കാനുള്ള വെജിറ്റബിളൊക്കെ എടുത്ത് കട്ട് ചെയ്യാൻ വരുമ്പോഴേക്കും കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടുകയാണ്. പൊഴുത്തപ്പോഴും മഴ ചാറിയും കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് 2 സമൂസൻ്റെ 2 10ൻ്റെ ഓർഡറാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഞാനിതാ വേഗം അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പൊട്ടറ്റോ, ക്യാരറ്റ്, ഗ്രീൻ പീസ്, സബോള അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് സമൂസഎനിക്ക് ഫില്ല് ചെയ്യാൻ. ഗ്രീൻ പീസ് ഞാനിതാ കുക്കറിലൊന്ന് വേഗം വേവാൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിതാ വെജിറ്റബിളൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ വെജിറ്റബിൾ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ മസാലയും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. മസാലയിൽ ഞാൻ ചെറിയൊരു പീസ് ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് അധികമായി നമ്മുടെ മസാല ടേസ്റ്റ് ഉണ്ടായില്ല. കുറച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മസാല റെഡിയായി. പിന്നെ ഒരു 20 10ൻ്റെയും കൂടി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാപ്പാക്കും ഉമ്മക്കൊക്കെ കഴിക്കാൻ ചപ്പാത്തിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മാവും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ വേഗം ഞാനും മോനും കൂടെയാണ് കേട്ടോ സമൂസയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണത്. മോള് കോളേജിൽ തൊട്ട് വന്നിട്ടില്ല. ഞങ്ങളിന്ന് നേരത്തെയാണല്ലോ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. അവിടെ ഒരു 5:30 ആവട്ടോ വരുമ്പോൾ. സമൂസയൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് പൊരിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ വേഗം ചപ്പാത്തിയും പത്തിരിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ സമൂസയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും ഞാനത് അപ്പുറത്ത് പത്തിരിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി പിന്നെ സമൂസയൊക്കെ അക്കി മോനും കൂടെ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു കേട്ടോ ഓർഡറുള്ളത്. പിന്നെ അന്ന് സപ്പോർട്ട് ചെയ്യാനിട്ട് കിട്ടിയിട്ടുള്ളത് ജ്യൂസ് അടിക്കാൻ. പിന്നെ ഞാനത് വേഗം അതിനേക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് തുറന്നിട്ട് പുറത്ത് കൊണ്ടൊരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത്താഴത്തിനൊന്ന് ഞങ്ങൾക്ക് വന്നിട്ട് കഴിക്കാനൊക്കെ ഫ്രൈഡ് റൈസ് തന്നെയാണ്. അപ്പോൾ മോളാണ് കേട്ടോ എല്ലാ വെജിറ്റബിളും കട്ട് ചെയ്ത് തരുന്നത്. ഞാനിതാ ജ്യൂസൊക്കെ ഒന്ന് അടിച്ചെടുത്തു. ഫ്രൈഡ് റൈസിൻ്റെ അരിയൊക്കെ ഞാനിതാ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തണിമത്തനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തണിമത്തനും കുക്കുമ്പറും പിന്നെ എല്ലാ ദിവസവും കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ കുറച്ച് തണിമത്തൻ ജ്യൂസ് അടിച്ചെടുക്കാനും കൂടെ ഉണ്ട്. ഞാൻ ജ്യൂസൊക്കെ അടിച്ചെടുക്കുമ്പോഴേക്കും മോളും മോനും കൂടെ ഫ്രൈഡ് റൈസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ 4 ആളും കൂടെ നോമ്പൊക്കെ തുറക്കുകയാണ്. ഉമ്മാക്കും പാപ്പാക്കുള്ളതൊക്കെ അങ്ങോട്ട് കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ നിന്ന് പിന്നെ ജീരകക്കഞ്ഞി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടെ കുടിക്കുന്നുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്ത് പോണത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആലത്തൂരിൽ നിന്ന് മേടിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ലുലുമാളിക്ക് വിട്ടു. അവിടെ എന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്
കാട്ട് അത് വേണം. മക പ്ലേറ്റ് എടുക്കണ്ട ഇതില് അല്ല നിങ്ങളത് ഇങ്ങോട്ട് വിട്ടോ. ഞാൻ അവിടെ അവിടെ എല്ലാം ആ ചവട്ട ഒന്ന് ഒതുക്കി വെക്കുവോ കേട്ടിട്ട്. അങ്ങനെ താഴെയൊക്കെ മൊത്തം കറങ്ങി ഞങ്ങൾക്ക് വേണ്ടതൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോഴാണ് കേട്ടോ മിക്സി മേലേന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ആ മേലേക്ക് പോവുകയാണ്. ഞങ്ങൾ മിക്സിയൊക്കെ നോക്കുമ്പോഴെങ്കിൽ പിന്നെ മക്കൾ രണ്ടാളും കൂടി പോയി ഐസ്ക്രീം ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. താർപ്പഞ്ച് മിക്സി വാങ്ങിച്ചപ്പോൾ കീടെ പോയി നിൽക്കുകയാണ്. ഇപ്പോൾ ചവിട്ടി എടുക്കാൻ വേണ്ട നിൽക്കണേ. പിന്നെ ഒന്നും പറയാനില്ലല്ലോ, ഉമ്മ ചെയ്തു. മോൾട്ട് ഇങ്ങോട്ടൊന്ന് വാടി വാ. ആ എണ്ണക്കടി കുറേ ഉണ്ട്. അതിപ്പോൾ അടി പിടിച്ച് നടന്ന ഞാൻ അത് പിടിക്കുള്ളൂ. എനിക്കൊന്നും വയ്യ. വേണ്ട സാധനങ്ങൾ വാങ്ങുന്നു. ഞങ്ങളവിടുന്ന് മിക്സിയൊക്കെ എടുത്തിട്ടോ കുറച്ച് പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെയല്ലോ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യും. അടുത്തൊരു വീഡിയോ ചാടണം. ബൈ. അസ്സലാമു അലൈക്കും.